ദുരന്തർ എന്ന സിനിമയുടെ കഴിഞ്ഞ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസും പരിശോധിക്കാൻ നമുക്ക് അതിനുമുമ്പ് ഇല്ലാതിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ നമ്മുടെ കേരളത്തിലെ വലിയൊരു തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ബോളിവുഡ് സിനിമയായ ദുരന്തർ എന്ന സിനിമയുടെ 2ാം ഭാഗം. കേരളത്തിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 4 ദിവസം കൊണ്ട് മാത്രം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9,15,00,000 കാണാൻ സാധിച്ചു. സിനിമയ്ക്ക് വർക്കിംഗ് ഡേ ആയിട്ട് പോലും തിങ്കളാഴ്ച സിനിമയ്ക്ക് 1,07,00,000, ചൊവ്വാഴ്ച 1,02,00,000, ബുധനാഴ്ച സിനിമയ്ക്ക് 91,00,000. അങ്ങനെ ടോട്ടൽ 7 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് 12,15,00,000 കളക്ഷൻ കാണാൻ സാധിച്ചത്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ നമ്മുടെ ജവാന്, പത്താൻ, അതുപോലെ തന്നെ ദുരന്തർ 2 വന്നിരിക്കുകയാണ് 3ാം സ്ഥാനം. ഡെങ്കൽ എന്ന സിനിമേന്റെയും ദുരന്തർ എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെയും ആനിമൽ എന്ന സിനിമേന്റെയും ഫൈനൽ കേരള ബോക്സ് ഓഫീസ് മറികടന്നിട്ട് നമ്മുടെ ദുരന്തർ സിനിമ തൊട്ട് 3ാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുകയാണ്. ബോളിവുഡ് സിനിമകളിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തില് എന്തായാലും പത്താനും അതുപോലെ തന്നെ ജവാനൊക്കെ വരും ദിവസങ്ങളിൽ തകർക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. രൺവീർ സിംഗ് ആയിരിക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ പോകുന്ന ബോളിവുഡ് സിനിമകളുടെ കൂട്ടത്തില്. എന്തായാലും ഇനി സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് 7 ദിവസം കൊണ്ട് 12,15,00,000. ഇനി തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 22,15,00,000 7 ദിവസം കൊണ്ട്. ആന്ധ്രാപ്രദേശൊക്കെ സിനിമയ്ക്ക് 16,88,00,000. തെലങ്കാന 41,03,00,000. കർണാടക സിനിമയ്ക്ക് 74,84,00,000. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് സൗത്ത് നിന്ന് മാത്രം 167,12,00,000 കളക്ഷൻ കാണാൻ സാധിച്ചത്. ഇനി സിനിമേന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ 7 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 1,000 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമായ ഒരു കളക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ദുരന്തർ എന്ന സിനിമയുടെ റിവെഞ്ച് സിനിമ. ഓൾമോസ്റ്റ് 1,020 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ദുരന്തർ സിനിമയുടെ തൊട്ട് താഴെയായിട്ട് ബോർഡർ എന്ന സിനിമയുടെ 2ാം ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈനലിൽ 450 കോടിയായിട്ട്. എന്തായാലും ഈ വർഷത്തെ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് തന്നെയാണ് ദുരന്തർ സിനിമ കാണാൻ സാധിക്കുന്ന 2ാം ഭാഗം. എന്തായാലും നമ്മുടെ ഫാസ്റ്റസ്റ്റ് 1,000 കോടി ക്ലബ്ബ് ഇന്ത്യൻ സിനിമകളിൽ തന്നെ ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയാണ് വേഗത്തിൽ 1,000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. ഓൾമോസ്റ്റ് 7 ദിവസം കൊണ്ടാണ് ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമ 1,000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. തൊട്ട് താഴെയായിട്ട് പുഷ്പ ദ റൂൾ എന്ന സിനിമയുണ്ട്. ഓൾമോസ്റ്റ് 8 ദിവസം കൊണ്ടാണ് പുഷ്പ 2 എന്ന സിനിമ 1,000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 3ാം സ്ഥാനം ബാഹുബലി 2 എന്ന സിനിമയാണ്. 10 ദിവസം കൊണ്ടാണ് സിനിമ 1,000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 4ാം സ്ഥാനം KGF ചാപ്റ്റർ 2 യാഷിന്റെ 16 ദിവസം കൊണ്ടാണ് സിനിമ 1,000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. 5ാം സ്ഥാനം RRR എന്ന് പറഞ്ഞ സിനിമയാണ് 17 ദിവസം കൊണ്ട്. എന്തായാലും കാത്തിരിക്കേണ്ടി ചെയ്യാം നമുക്ക് ദുരന്തർ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ട്. എന്തായാലും നമ്മുടെ അമീർ ഖാന്റെ ഡെങ്കൽ സിനിമേന്റെ 2023 കോടി തകർക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കേണ്ടി ചെയ്യാം നമുക്ക്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് യൂസ് കാത്തിരിക്കേണ്ടി ചെയ്യാം നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്.